ഒരു മനുഷ്യൻ മരിക്കുന്നതിന് 40 ദിവസം മുമ്പ് അല്ലാഹു തആല അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ മലക്കുകൾ ചില സംസാരങ്ങൾ നടത്തുമെന്നാണ്. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹു സുദൂർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ അർശിൻ്റെ താഴ്ഭാഗത്ത് ഷജറത്തുൽ മുന്തഹ എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്. അതായത് നമ്മുടെ മാവ് അല്ലെങ്കിൽ തെങ്ങ് അല്ലെങ്കിൽ പ്ലാവ് അതുപോലെ ഒരു വൃക്ഷമായിരിക്കില്ല. എന്താണോ വൃക്ഷം ഒന്നാണ് ഹദീസിൽ കാണുന്നത്. ഒരു വൃക്ഷം, നമ്മളത് അങ്ങനെ കരുതിയാൽ മതി. ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിൽ ഒരുപാട് ഇലയുണ്ട്. ആ ഇല എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഓരോ ജീവനുള്ള വസ്തുവിനനുസരിച്ചും അതിൽ ഇലയുണ്ട്. മലക്കുകൾ എല്ലാ ദിവസവും വന്ന് നോക്കും ഏത് ഇലയാണ് താഴേക്ക് വീണിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ അർഷദ് എന്ന പേരുള്ള ഒരു ഇല താഴെ വീണു. മലക്ക് വന്നെടുക്കും. ആരാ വന്ന്? അസ്രായിൽ വന്നെടുക്കും. നോക്കുമ്പോൾ മുഹമ്മദ് അർഷദ് ബദ്രിയ മൻസിൽ എൻ്റെ പേരാണ്. മലക്കെടുത്ത് അത് എടുത്തു വെക്കുന്നതാണ്. എന്നിട്ട് ആ മലക്കിൻ്റെ കയ്യിൽ ആ വൃക്ഷത്തിൻ്റെ ഇല കിട്ടിയതിന് 40 ദിവസം കഴിഞ്ഞാണ് എൻ്റെ റൂഹിനെ പിടിക്കുക. അതായത് അസ്രായിൽ എന്ന മലക്ക് ഷജറത്തുൽ മുന്തഹ എന്ന് പറയുന്ന ആ വൃക്ഷത്തിൽ നിന്നും എൻ്റെ ആയുസിൻ്റെ ഇല താഴെ വീണാൽ അതെടുത്തു കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞ് എനിക്ക് മരണം സംഭവിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് 40 ദിവസം മുമ്പ് അവൻ്റെ ആ ആയുസിൻ്റെ ഇല അവിടെ വീഴുമെന്നാണ്. ഇതൊക്കെ മഹത്തുക്കളായ പണ്ഡിത് മഹാൻ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹു സുദൂർ എന്ന കിതാബിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ആരുടെയൊക്കെ ഇല വീണിട്ടുണ്ട്? അല്ലാഹു ആലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. വേറെ രസം എന്ന് പറഞ്ഞാൽ ഈ അസ്രായിൽ ആ ഇല എടുക്കുന്ന സമയത്ത് മറ്റു മലക്കുകൾ വന്ന് ചോദിക്കും, ആരാണ് ആ ഭാഗ്യവാൻ? നോക്കുമ്പോൾ എൻ്റെ പേരാണ്. എന്നിട്ട് മറ്റു മലക്കുകൾ ഭൂമിയിലേക്ക് വന്നിട്ട് എൻ്റെ ചുറ്റിനും വന്ന് പറയുമെന്നാണ്. എന്താ പറയുന്നതെന്നറിയോ? എടാ, നീ മരിക്കാനുള്ള സമയമായി, ദേ മയ്യത്ത് പോകുന്നു, ദേ മയ്യത്ത് വരുന്നു, ദേ മയ്യത്ത് നിസ്കരിക്കുന്നു, ദേ മയ്യത്ത് ബൈക്കിന് പോകുന്നു, ദേ മയ്യത്ത് അവിടെ നിന്ന് സംസാരിക്കുന്നു എന്ന്. പിന്നെ എന്നെ 40 ദിവസം മലക്കുകൾ എന്നെ പറ്റി പറയുന്നത് മയ്യത്ത് എന്നാണ്. നമ്മളെപ്പറ്റി മലക്കുകൾ മയ്യത്തെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ 40 ദിവസം കഴിയുമ്പോൾ മരിക്കും.